നായികയ്ക്കാണെങ്കിൽ എന്തോ ഒരു അമാനുഷികമായ കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇത് നായകൻ എന്തോ ഒന്ന് തോന്നുന്നു. ഇവൾക്ക് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇവളുടെ ശരീരത്തിൽ പ്രേതബാധയാണോ? അത് സംശയിച്ച് അവളെ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് സത്യാവസ്ഥ. കഥയുടെ അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കം ഒരായ കുഞ്ഞിനോട് പറയുകയാണ്, ഒരാൾ വയലിലൂടെ തീപ്പന്തമായി നടക്കുകയായിരുന്നു. അയാളെ ആരോ പിടിച്ചുകൊണ്ട് പോയി. അതേസമയം ഒരാൾ തീപ്പന്തമായി നടന്നു പോവുകയായിരുന്നു. അയാൾ ഏതോ ഒരു അമാനുഷ്യ ശക്തിയാണെങ്കിൽ ഒരു കിണറ്റിലേക്ക് തെള്ളിയിടുകയാണ്. പെട്ടെന്ന് തന്നെ അയാളെ കാണാതായി പോകും. ഇതെന്ത് സംഭവമാണ്? ഈ ആയ പറഞ്ഞത് ശരിയാണോ? ശരിക്കും അമാനുഷികമായി എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്താണ് അമാനുഷികമായ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുകയാണ്. ആകാശത്തെ നക്ഷത്രത്തെ പോലെ ലോകത്ത് സംഭവിക്കുന്ന ഓരോ മായകളാണെന്ന് പറയുന്നു. അതിനുശേഷം ഇതിൻ്റെ കഥയുടെ ടൈറ്റിൽ കാണിക്കുന്നു സ്റ്റാർ എന്ന്. ഗവേഷണർ ആകാശത്തിലെ നക്ഷത്രങ്ങളെ ഗവേഷണം ചെയ്യുകയാണ്. അതിൽ കൂട്ടത്തിലുണ്ട് നമ്മുടെ ഹീറോയുടെ മോളും. അവളും അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഒരു ഓഫീസിലെ ഹെഡാണ് നമ്മുടെ ഹീറോ. ആ സമയത്ത് ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ്റെ ഭാര്യ കോൾ ചെയ്യുന്നത്. അപ്പോൾ അവൻ പറയാണ്, എൻ്റെ ഭാര്യയുമായി ഞാൻ പോവുകയാണ്, ഞാൻ എന്തായാലും മീറ്റിങ്ങിൽ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞ് അവൻ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. വാച്ച്മാൻ ആണെങ്കിൽ ഗേറ്റ് തുറക്കുമ്പോൾ ഹീറോയാണ് അകത്തേക്ക് കയറുകയാണ്. വീട്ടിലാണ് രണ്ട് പിള്ളേർ TV കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭാര്യയാണെങ്കിൽ കുറച്ച് ദിവസമായി ഭയങ്കര ദേഷ്യത്തോടെയാണ് പെരുമാറുന്നത്. എന്താണെന്ന് അവനും അറിയില്ല. ഇവളാണ് നമ്മുടെ കഥയിലെ ഹീറോയിനി. ഭാര്യ ചോദിക്കുകയാണ്, ഇത്രയും ലേറ്റ് ആയത് എന്താ? ഞാൻ എത്ര വിളിച്ചു, എന്നിട്ട് എന്താ കോൾ എടുക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ ഹീറോയോ ആ മീറ്റിംഗ് പോലും വേണ്ടെന്ന് വെച്ചാണ് ഭാര്യയെ കാണാൻ വരുന്നത്. ഹീറോയ്ക്കാണെങ്കിൽ 4 മക്കളാണുള്ളത്. അവരെല്ലാവരുമായി ഫുഡ് കഴിക്കുകയായിരുന്നു. അപ്പോഴാണ് ഹീറോയിനി പറയുന്നത്, എനിക്ക് സ്വപ്നത്തിൽ കറുവക്കാട് കണ്ടു, എനിക്ക് അങ്ങോട്ടേക്ക് പോകണം. ഭർത്താവ് പറയുകയാണ്, ഇപ്പോൾ പോകാൻ പറ്റില്ല, പിള്ളേർക്ക് അവധിയാവുകയാണെങ്കിൽ നമുക്ക് പോകാം എന്ന് പറയുകയാണ്. എന്നാൽ അവൾ ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ വേലക്കാരി അവിടെ ഉണ്ടായിരുന്നു. വേലക്കാരി പറയുകയാണ്, കറുവക്കാട്ടിൽ പോകണമെന്ന് അവൾ ആഗ്രഹിച്ചെങ്കിൽ അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ അത് പ്രശ്നമാകുമെന്ന്. അപ്പോൾ ഹീറോ പറയുകയാണ്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ പ്രേതകഥകളൊന്നും പറയാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനാണെങ്കിൽ റൂമിലേക്ക് പോവുകയാണ്. അതിനുശേഷം അവർ ഉറങ്ങുകയായിരുന്നു. എന്നാൽ ഹീറോയിനി മാത്രം ഉറങ്ങുന്നില്ല. ഹീറോയിനി ആണെങ്കിൽ കാറെ മോനുമായി പോവുകയായിരുന്നു. എന്നാലോ ഒരു സ്കൂട്ടർക്കാരൻ അടുത്തേക്ക് വരികയും അവന് ഹോൺ അടിക്കുകയും ചെയ്യുന്നു. വല്ലാത്ത രീതിയിൽ ഹോൺ അടിക്കുന്നതുകൊണ്ട് അവൻ ഇറങ്ങി വരികയാണ്. എന്തിനാണ് നിങ്ങളിങ്ങനെ ഹോൺ അടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിനി വല്ലാത്ത രീതിയിൽ അവനെ നോക്കുകയാണ്. ആ നോട്ടം കാണുമ്പോൾ തന്നെ ഒരു പ്രേതത്തിനെ പോലെയാണ്. അപ്പോൾ അവൻ പേടിച്ച് അവിടുന്ന് പോകുകയാണ്. സ്കൂളിൽ വന്നിട്ട് അവിടെയുള്ളവരോടെല്ലാം ദേഷ്യപ്പെടുകയാണ് അവള്. അവിടുത്തെ ഒരു ആയയുണ്ട്, അവരാണെങ്കിൽ അവളെ വൃത്തിയാക്കുകയാണ്. നിങ്ങൾ എന്താ ഇവിടുത്തെ പൈപ്പുകളൊന്നും ശരിയായി നോക്കാത്തത്, ഇതിൽ നിന്നൊക്കെ വെള്ളം പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ആ ആയ വിചാരിക്കുകയാണ്, ഇവൾക്ക് എന്ത് പറ്റി, ഇവള് നേരത്തെ ഇങ്ങനെയൊന്നും അല്ലല്ലോ, പെട്ടെന്ന് ഇവൾക്ക് ഇത്രയും ദേഷ്യപ്പെടുന്നത് എന്തിനാണെന്നൊക്കെ ചിന്തിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഹീറോയിനോട് ആ ഫ്രണ്ട് ചോദിക്കുകയാണ്, എന്ത് പറ്റി, ഈ കോളേജിൽ വന്നിട്ട് നിനക്കൊരു സമാധാനമില്ലല്ലോ, നിനക്ക് വയ്യെങ്കിൽ നീ റെസ്റ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഹീറോയിനി പറയാണ്, എനിക്കാണ് ഇവിടെ ക്ലാസ് എടുക്കാനൊന്നും വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അവിടെ ഇരുന്ന കത്രിക എടുത്ത് അവളുടെ തലമുടി അവൾ തന്നെ വെട്ടുകയാണ്. അത് കണ്ട അവിടുത്തെ വേലക്കാരി, എന്താ മാഡം ഇങ്ങനെയൊക്കെ സ്വന്തം മുടി ഇങ്ങനെ വെട്ടുന്നത്, മാഡം മുടി വെട്ടുന്നത് നിർത്തൂ. എന്നാലോ അവളാണെങ്കിൽ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ദേഷ്യത്തോടെ അവൾ പറയാണ്, മുടി വെട്ടുന്നത് നല്ലതല്ലേ, വേണമെങ്കിൽ ഞാൻ നിന്റെയും മുടി വെട്ടിത്തരാമെന്ന് പറയുന്നു. അപ്പോൾ വേലക്കാരി വിചാരിക്കണം, ഇവർക്ക് എന്ത് പറ്റി, 2-3 ദിവസമായിട്ട് ഇവളുടെ സ്വഭാവത്തിൽ വളരെയേറെ മാറ്റമാണ് ഉള്ളത്. ആ വേലക്കാരിയാണ് അവിടുത്തെ വാച്ച്മാനോട് പറയാണ്, നമ്മുടെ മാഡത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, സ്വന്തമായി മുടിയെല്ലാം കട്ട് ചെയ്യുന്നു, കണ്ണാടി നോക്കി കുറേ നേരം നിൽക്കുന്നു, വല്ലാത്ത രീതിയിലുള്ള ഭാവമാറ്റമാണ് മാഡത്തിനുള്ളതെന്ന്. അപ്പോൾ വാച്ച്മാൻ പറയുന്ന, അവരുടെ മുടി അവൾ സ്വന്തമായി വെട്ടുന്നു, അതിന് അവർക്കൊരു കുഴപ്പമില്ല, അതൊക്കെ നിന്റെ തോന്നലാണ്, പോന്ന് പറഞ്ഞിട്ട് വേലക്കാരി അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. അന്ന് വാച്ച്മാന്റെ മുന്നിൽ ഹീറോയിനി അവിടെ വരികയാണ്. അവളെ കണ്ടപ്പോൾ വാച്ച്മാൻ പേടിച്ചു പോയി. അതിനുശേഷം അവൾ ടെറസിൽ വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയാണെങ്കിൽ അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് പറ്റിയെന്ന്. അപ്പോൾ ഒന്നും പറ്റിയില്ലെന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോക്കുകയാണ്. വേറെ മൂത്ത മോളാണെങ്കിൽ ഗവേഷണ സ്ഥലത്താണ്. അവളാണെങ്കിൽ ഫോൺ ചെയ്യുകയാണ്. എന്നാലോ 2 പിള്ളേരാണെങ്കിൽ അവിടെയാണെങ്കിൽ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ അമ്മയുടെ ഫോൺ കൊടുക്കാൻ പറയും. അമ്മയാണെങ്കിൽ അവളെ അവോയ്ഡ് ചെയ്യുകയാണ്. ഹീറോയിനിയുടെ മൂത്ത മോൾക്ക് ഭയങ്കര സങ്കടമാണ്. അവൾ റൂമിലിരിക്കുകയാണ്. അപ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് അവിടേക്ക് വരികയാണ്. ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് ഇപ്പോൾ താമസിക്കുന്നത്. ബോയ് ഫ്രണ്ട് പറയും, നിനക്ക് എന്ത് പറ്റിയെന്ന്. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല, അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാണ്, അമ്മയാണെങ്കിൽ എന്നോട് മിണ്ടാറ് പോലുമില്ല, അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അമ്മ എന്നോട് പിണക്കമാണ്, എന്തിനാണെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ബോയ് ഫ്രണ്ട് അവളെ സമാധാനിപ്പിക്കുകയാണ്. ഹീറോയിനിയുടെ 2ാമത്തെ മോള് ആനിവേഴ്സറി ആയിട്ട് മാജിക്കുകൾ കാണിക്കുകയാണ്. എന്നാൽ എല്ലാവരും കണ്ട് കൈയടിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിനിക്ക് മാത്രം ഒരു വ്യത്യാസമില്ല, അവൾ കൈയടിക്കുന്നുമില്ല, വല്ലാത്ത രീതിയിൽ അവളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയിനിക്കാണെങ്കിൽ ഒരു തുള്ളി സന്തോഷമില്ല. അവളാണെങ്കിൽ മാജിക്കുകൾ കാണിച്ചിട്ട് ഒരു ചെറുക്കനെ വിളിച്ചുകൊണ്ട് വരികയാണ്. അവനോട് വന്നിട്ട് ഓരോ മാജിക്കുകൾ അവൻ്റെ മുന്നിൽ കാണിക്കുകയാണ്. എന്നാലോ അവൾ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരികയാണ്. മത്സരങ്ങളെല്ലാം കഴിഞ്ഞ് അവൾ വെളിയിലേക്ക് വരികയാണ്. അപ്പോൾ ഹീറോയിനി ആണെങ്കിൽ, നീ എന്ത് പരിപാടിയായി കാണിക്കുന്നത്, കോമാളി വേഷം ധരിച്ചിരിക്കുകയാണ്, ഇതെന്ത് വേഷമാണെന്നൊക്കെ പറഞ്ഞ് നീ എന്താ ഒരു ചെറുക്കനെ വിളിച്ചുകൊണ്ട് വന്ന് എന്തെല്ലാം അവിടെ മാജിക് കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ആ സമയത്താണ് ആ പയ്യൻ അങ്ങോട്ടേക്ക് വരുന്നത്. ആ പയ്യനാണെങ്കിൽ മാജിക് സമയത്ത് വിളിച്ച ആ പയ്യനാണെങ്കിൽ ആ പെണ്ണിനെ ഇഷ്ടമായിരുന്നു. ഒരു റോസാപ്പൂ ആ പയ്യൻ നീട്ടുമ്പോൾ അവരുടെ അമ്മയാണെങ്കിൽ അവനോട് ദേഷ്യപ്പെട്ടിട്ട് അവളെയും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ്. ഹീറോയിനി ആണെങ്കിൽ ആകാശത്ത് നോക്കി എന്തൊക്കെയോ സംസാരിക്കുകയാണ്. ഇത് ഇളയ മോള് കാണുന്നുണ്ട്. അവൾക്കാണെങ്കിൽ പേടിയാകുകയാണ്. മക്കളെല്ലാം ഹീറോയിനോട് പറയാണ്, അമ്മയ്ക്ക് എന്തോ ഒരു വ്യത്യാസമുണ്ട്, അമ്മ വല്ലാത്ത രീതിയിലേക്കാണ് സംസാരിക്കുന്നത്.
സംസാരിക്കുന്നത്, ആകാശത്ത് പോലും നോക്കി സംസാരിക്കുന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ ഹീറോ ആണെങ്കിൽ അവരെ സമാധാനപ്പെടുത്തുകയാണ്. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വാച്ച്മാൻ്റെ മുന്നിലേക്ക് പോവുകയാണ്. വാച്ച്മാനോട് ചോദിക്കുകയാണ്. CCTV കാണിക്കുവാൻ വാച്ച്മാനോട് പറയാണ്. അതിനകത്ത് നോക്കിയപ്പോൾ ഹീറോയിനെയാണെങ്കിൽ ആകാശത്ത് നോക്കി നിൽക്കുകയാണ്. എല്ലാ വീഡിയോയ്ക്കകത്തും അവളാണെങ്കിൽ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന കുറേ വീഡിയോകളുണ്ട്. ഇതെല്ലാം കാണുമ്പോഴത്തേക്കിനാണ് വാച്ച്മാൻ പറയാണ്, ടെറസിൽ വന്ന് ഇതുപോലെ തന്നെ ഹീറോയിൻ ഇങ്ങനെ മണ്ടയ്ക്ക് നോക്കി നിൽക്കുക, ആകാശത്ത് നോക്കി നിൽക്കുക, അവൾക്ക് വല്ലാത്ത ഒരു മാറ്റമുണ്ടെന്നൊക്കെ പറയുകയാണ്. ഒരു ദിവസമാണെങ്കിൽ അവൾ കാർ എടുത്തുകൊണ്ട് സ്പീഡിൽ പോകുന്നതൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഹീറോയിനും തോന്നുന്നു എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. ഇതിനു മുമ്പ് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അവൾ കറുവാക്കാട്ടിൽ പോകണമെന്ന്, അങ്ങോട്ടേക്ക് പോകണമെന്നൊക്കെ അവൾ പറഞ്ഞതൊക്കെ ഓർക്കുകയാണ്. ആ നാട്ടിലേക്ക് പോയാലേ എല്ലാം ശരിയാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളെയും അവരുടെ കുടുംബമായിട്ട് എല്ലാവരും പോകണം. അവരുടെ കൂട്ടത്തിൽ ആ വേലക്കാരിയുമുണ്ട്. ആ കറുവാക്കാട്ടിലാണ് ഹീറോയിനിയുടെ വീട്. അവിടെ ചെല്ലുമ്പോഴത്തേനും അവരുടെ അമ്മയെ കാണുകയാണ്. ഹീറോയിനി വന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്. അമ്മ പറയാണ്, നിങ്ങൾ പോയി കുളിച്ചിട്ട് വരാൻ. ആ വീട്ടിലാണെങ്കിൽ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. എല്ലാവരും നല്ല സാരിയൊക്കെ ഉടുത്ത് ഡാൻസ് കളിക്കുകയാണ്. ആ സമയത്ത് പോലും ഹീറോയിനിക്ക് ഒരു മാറ്റമില്ലാതെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഹീറോയിനിയുടെ മൂത്ത മോൾ ജോലി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നത്. മൂത്ത മോളാണ് അച്ഛനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അമ്മയോട് സംസാരിക്കാൻ വരുമ്പോൾ അമ്മ മൈൻഡ് പോലും ചെയ്യാതെ മാറി നിൽക്കുകയാണ്. അവരുടെ ഇളയ മോനാണെങ്കിൽ അങ്ങോട്ടേക്ക് വരികയാണ്. അവിടെ ഒരു അറയുണ്ട്. ആ അറയിലാണ് ഒരു അമ്മൂമ്മ അവിടെ നിൽക്കുന്നത് കണ്ടു. ആ പയ്യനോട് ആ അമ്മൂമ്മ അങ്ങോട്ടേക്ക് വരാൻ വന്നപ്പോൾ ആ ചെറുക്കൻ പേടിച്ച് ഓടുകയാണ്. ആ വയസ്സായ അമ്മ ഹീറോയിനിയുടെ വല്യമ്മയാണ്. എന്നാൽ ഇവിടുത്തെ ഇവരെല്ലാം കാണുമ്പോൾ അവരുടെ പിള്ളേർക്കൊക്കെ എന്തോ വ്യത്യസ്തമായി പെരുമാറുന്നത് പോലെയൊക്കെ തോന്നുന്നു. അടുത്ത ദിവസം ഹീറോയിനിയാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മൂത്ത മോൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഹീറോയിനി അവളോട് സംസാരിക്കുകയാണ്. എന്നെ കാണാൻ ഇപ്പോൾ എങ്ങനെയുണ്ട്, സുന്ദരിയായിട്ടുണ്ടോ എന്ന്. അപ്പോൾ മോൾ പറയാണ്, അമ്മയെ കാണാൻ സുന്ദരിയാണെന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോയിനി ആണെങ്കിൽ നേരത്തെ ഹീറോയിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഹീറോ ഇത്രയും നാൾ സംസാരിക്കാതെ കോപമായി ഇരുന്ന അവൾ ഇന്ന് ഹീറോയിനോട് സംസാരിക്കുകയാണ്. എന്നെ കാണാൻ എങ്ങനെയുണ്ട്, സുന്ദരിയാണോ ഞാൻ, നിങ്ങൾക്കിപ്പോഴും എന്നെ ഇഷ്ടമാണോ? ഹീറോയിൻ പറയാണ്, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇന്ന ജന്മത്തിലെ എല്ലാ ജന്മത്തിലും നീ തന്നെയാണ് എൻ്റെ ഭാര്യ. അവരുടെ പിള്ളേർക്കാണ് എന്തൊക്കെയോ ഒരു വ്യത്യാസം ഈ വീട്ടിലുള്ളതുപോലെ അവർക്ക് തോന്നുകയാണ്. എല്ലാവരാണെങ്കിൽ അവിടുത്തെ പറമ്പിൽ വന്ന് നോക്കുകയാണ്. ആ സമയത്താണ് ഒരു കറുത്ത വസ്ത്രം ധരിച്ച് കുറേ ആണുങ്ങളാണെങ്കിൽ ഒരു കുരിശിൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുകയാണ്. ഇത് കണ്ടുമ്പോൾ പിള്ളേരെല്ലാം പേടിക്കുകയാണ്. അപ്പോൾ ഹീറോയിനോടൊക്കെ പറയുകയാണ്. അപ്പോൾ ഹീറോയാണെങ്കിൽ ഇങ്ങനെ നോക്കുന്നു. അവിടുത്തെ വേലക്കാരി അങ്ങോട്ടേക്ക് വരികയാണ്. വന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കാട്ടിലെ സാത്താനെ പിടിക്കാനാണ്. ഈ കാട്ടിലാണെങ്കിൽ സാത്താനുണ്ട്. അതിനെ പിടിച്ചുകൊണ്ട് പോകാനാണ് ഇവിടേക്ക് ഇവർ വരുന്നത്. ഇവർ അതിനുവേണ്ടി പൂജകളെല്ലാം നടത്തുന്നുണ്ട്. അവിടുത്തെ ആ വേലക്കാരിയോട് ഹീറോ പറയാണ്, നിങ്ങൾ എന്തിനാ ഈ പിള്ളേരെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ഈ കാലത്തൊന്നും പ്രേതവും വിശേഷമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ദേഷ്യപ്പെട്ടിട്ട് പിള്ളേരെയും കൂട്ടി അങ്ങോട്ടേക്ക് പോവുകയാണ്. രാത്രിയായപ്പോൾ പിള്ളേരെല്ലാവരും കൂടെ കാട്ടി വന്ന് കളിക്കുകയാണ്. ആ സമയം ആ ചെറുക്കൻ നേരെ താഴേക്ക് വീഴാൻ പോവുകയാണ്. എന്തോ ഭാഗ്യത്തിന് താഴേക്ക് വീണില്ല. പെട്ടെന്ന് അവിടേക്ക് ആ വേലക്കാരി വരികയും, നിങ്ങൾ ഈ രാത്രിയിൽ ഇങ്ങോട്ടേക്ക് വരില്ല, ഇവിടെ എല്ലാം ആപത്താണെന്ന് പറഞ്ഞ് അവരെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഹീറോയിനിയുടെ അമ്മയ്ക്കാണെങ്കിൽ ഹീറോയിനിക്ക് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ തൊട്ട് അവൾക്ക് കുറേ മാറ്റങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവളുടെ ശരീരത്തിൽ എന്തെങ്കിലും ബാധയാണോ എന്ന് നോക്കി അവളെയാണ് ഒരു പൂജയ്ക്ക് കൊണ്ടിരുത്തുകയാണ്. അവിടെ കുറേ പേര് മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവികളെ പോലെ അവളെ ഒരുക്കിയാണ് അവിടെ ഇരുത്തിയേക്കുന്നത്. ആ സമയത്തേക്ക് അവിടെ ഒരു സ്വാമി വരികയും അവിടെ പൂജ ചെയ്യുകയാണ്. ആ പിള്ളേർ കണ്ട് നേരെ അച്ഛനോട് പറയണം, അച്ഛാ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുകയാണ്, നമ്മുടെ അമ്മയെ കൊണ്ട് എന്തൊക്കെയോ പൂജകൾ ചെയ്യിപ്പിക്കുന്നു, അങ്ങോട്ട് വാ എന്നൊക്കെ പറയുകയാണ്. ആ സമയം ആ പ്രായമായ അമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ഹീറോയിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് പറയാണ്, ഇവളുടെ ശരീരത്തെ ബാധയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു. ഹീറോ പറയാണ്, ഈ കറുവാക്കാട്ടി ഇനി നിൽക്കേണ്ട, ഇവിടെ പ്രേതബാധയാണ് നിന്റെ ശരീരത്തുള്ളതെന്ന് പറഞ്ഞിട്ട് അവർ എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തോടെ അവർ തിരിച്ചു പോവുകയാണ്. വീട്ടിൽ വന്ന പ്രശ്നമെല്ലാം മാറുമെന്ന് വിചാരിക്കും. എന്നാൽ വീട്ടിൽ വന്നിട്ടും ഒരു മാറ്റമില്ല. അവൾ വല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. അവിടുത്തെ ഗ്ലാസ്സിലാണെങ്കിൽ ബ്ലഡ് വീണ് കിടക്കുന്നതും കാണാം. അടുത്ത ദിവസമാണ് ഹീറോയിനെ ആശുപത്രി കൊണ്ടുപോവുകയാണ്. അവളെ പരിശോധിക്കുകയായിരുന്നു. അപ്പോൾ ഹീറോ ചോദിക്കുകയാണ് ഡോക്ടറിനോട്, എന്ത് പറ്റി എൻ്റെ ഭാര്യയ്ക്ക്? അവൾക്ക് കുറച്ച് ദിവസമായിട്ട് വല്ലാത്ത രീതിയിലാണ് അവളെ പെരുമാറ്റം. അവളുടെ ശരീരത്തിൽ പ്രേതമോ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു അവളെ പൂജയൊക്കെ ചെയ്യിപ്പിച്ചിരുന്നു. എനിക്കാണ് ഇതിലൊന്നും വിശ്വാസമില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയുകയാണ് ഡോക്ടർ, അവളുടെ ശരീരത്തെ പ്രേതമോ വിശേഷമൊന്നും ഇല്ല, അവൾക്കൊരു അസുഖമുണ്ടായിരുന്നു. അവളുടെ അസുഖം എൻഡോപോസ്. അതെന്ത് അസുഖമാണ്? പെണ്ണുങ്ങൾക്കൊക്കെ പീരീഡ്സ് ഉണ്ടാകില്ലേ? പ്രായമാകുന്നതിന് മുമ്പും അത് നിൽക്കും. എന്നാൽ അതിനു മുമ്പ് തന്നെ ഇവൾക്ക് ഇതെല്ലാം മാറിപ്പോയിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് ഇത്രയുള്ള രീതിയിലെല്ലാം പെരുമാറുന്നത്. അവളുടെ ശരീരത്തിൽ നിന്ന് തന്നെ വ്യത്യസ്തമായ ഒരു അവസ്ഥയാണ്. അവളുടെ ശരീരത്തെ ചൂടായി തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ വ്യത്യസ്ത രീതിയിലൊക്കെ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നതാണ്. അല്ലാതെ അവളുടെ ശരീരത്തെ പ്രേതമോ വിശേഷമോ ഒന്നുമില്ല. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു രോഗാവസ്ഥയായിരുന്നു, അല്ലാതെ പ്രേതമല്ലെന്നാണ് ഈ കഥയെ കാണിക്കുന്നത്.